ഹായ്, ഇന്ന് ഞങ്ങൾ ഫാമിലിയോടൊപ്പം ഒരു വൺ ഡേ ട്രിപ്പ് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. രാവിലെ എണീറ്റ് പാടെയുള്ളൊരു പ്ലാനായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും റെഡിയായി വന്നപ്പോൾ രാവിലെ ഒരു 10:30 ആയി പോയിട്ടുണ്ടായിരുന്നു. ഓണം വെക്കേഷന് പല തിരക്കുകൾ കാരണം ഒരിടത്തും പോകാൻ സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് പൂജ ഹോളിഡേയ്സിന് ഒരു ദിവസത്തേക്ക് ട്രിപ്പ് പോകാനായിട്ട് തീരുമാനിച്ചു. തിരിച്ചു വരുന്ന വഴിക്ക് മാമൻ്റെ വീട്ടിൽ ഡിന്നറിന് ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ തിരിച്ചു വരുമ്പോൾ അവിടെ തങ്ങാനായി ഓരോ ജോഡി ഡ്രസ്സും എല്ലാവരും എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ യാത്ര തിരിച്ചു. രാത്രി തിരിച്ചെത്തേണ്ടതിനാലും പെട്ടെന്നുള്ള പ്ലാനിങ് ആയതിനാലും ഞങ്ങളുടെ തൃശ്ശൂർ ജില്ലയിലെ തന്നെ ടൂറിസ്റ്റ് സ്പോട്ടുകളിൽ പോകാനാണ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. തൃശ്ശൂരിലെ പടിഞ്ഞാറൻ ഭാഗത്ത് താമസിക്കുന്ന ഞങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ടൂറിന് താല്പര്യം കിഴക്ക് ഭാഗത്തുള്ള ഹില്ലി ഏരിയാസ് തന്നെയായിരിക്കുമല്ലോ. സോ ഞാൻ ഇതുവരെ പോകാത്ത ചിമ്മിനി ഡാം കാണാൻ പോകാനാണ് തീരുമാനിച്ചത്. അങ്ങനെയാണ് ഞങ്ങൾ ഇറങ്ങിയത് കേട്ടോ. തൃശ്ശൂർ ആമ്പലൂർ വഴി ചിമ്മിനി ഡാമിലേക്ക് പോകാം. ഞങ്ങൾ പെരിങ്ങോട്ടുകര വഴി കുണ്ടോളിക്കടവ് പുള്ള് വഴിയാണ് തൃശ്ശൂരിലേക്ക് പോകാൻ തീരുമാനിച്ചത്. പുള്ള് ഗ്രാമം പ്രശസ്തമാണല്ലോ. നമ്മുടെ മഞ്ജു വാര്യർ എന്ന പ്രതിഭയുടെ നാട് എന്നതിലുപരി തൃശ്ശൂർ ജില്ലയിലെ പ്രശസ്തമായ കാർഷിക ഗ്രാമവും മെയിൻ ടൂറിസ്റ്റ് സ്പോട്ടും ആണ് പുള്ള്. ഒഴിവു ദിവസങ്ങളിൽ ഞങ്ങൾ ഫാമിലി ആയിട്ട് ഒത്തുകൂടാറുള്ള പ്രധാന സ്പോട്ടുകളിലൊന്നാണ് ഈ പുള്ള് ഗ്രാമത്തിലെ ഈ ഏരിയ. ഇവിടെ നല്ല തട്ടുകടകളും അടിപൊളി ഫുഡും കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. അതുപോലെ തന്നെ കയാക്കിങ്ങും വാട്ടർ കയാക്കിങ്ങും ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. ഈ പോകുന്ന വഴി വലത്തെ സൈഡിൽ കാണുന്ന നല്ല ഭംഗിയുള്ള ഒരു ആൽമരം കണ്ടല്ലോ. ഈ ആൽമരത്തിന് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു അമ്പലം കാണാം. ഇതാണ് പുള്ള് അമ്പലം. ഈ പുള്ള് അമ്പലത്തിനോട് ചേർന്നുള്ള വീടാണ് നമ്മുടെ മഞ്ജു ചേച്ചിയുടെ വീട്. സിനിമയില്ലാത്ത സമയങ്ങളിലെല്ലാം മഞ്ജു ചേച്ചി പ്രധാനമായിട്ടും സമയം ചെലവഴിക്കുന്നത് ഇവിടെ തന്നെയാണെന്നാണ് ചുറ്റുമുള്ളവർ പറഞ്ഞു കേട്ടുന്നത്. പണ്ട് റിമോട്ട് ഏരിയ ആയിരുന്ന ഈ ഗ്രാമം ഇന്ന് വളർച്ചയുടെ പാതയിലാണ്. മനോഹരമായ പുള്ളി ഗ്രാമത്തിൻ്റെ ഒരു വീഡിയോ വ്ളോഗ് ചാനലിലുണ്ട്, കാണാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ചില കൺഫ്യൂഷനുകൾ വന്നത്. സമയം 11 മണി. ഡാമിലെത്തുമ്പോൾ 1 മണിയാകും. നല്ല വെയിലുള്ള ദിവസമാണ്. അതുകൊണ്ട് വെയിൽ കൊണ്ടാൽ ക്ഷീണം തലവേദന ഒക്കെ ഉണ്ടാവുകയും ചെയ്യും. ഞങ്ങളുടെ കൂടെ ഹസ്ബൻഡിൻ്റെ ഉമ്മയും കൂടെയുണ്ട്. സോ ഉച്ചവരെ തൃശ്ശൂർ വേറെ എവിടെയെങ്കിലും ചിലവഴിച്ചിട്ട് ലഞ്ച് കഴിച്ചതിന് ശേഷം ചിമ്മിനിയിലേക്ക് പോകാമെന്നാണ് തീരുമാനിച്ചത്. അങ്ങനെ പുള്ളിൻ്റെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് ചർച്ച ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ തീരുമാനങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവസാനം ഞങ്ങളൊരു തീരുമാനത്തിലെത്തി. അതെ, ചിമ്മിനി ഡാമിലേക്കൊന്നും പോകണ്ട, നേരെ നെല്ലിയാമ്പതി. എങ്ങനെയുണ്ട്? അതെ, ഞങ്ങളുടെ യാത്രകൾ പലപ്പോഴും ഇങ്ങനെയാണ്. ഒട്ടും പ്ലാൻ ചെയ്യാതെ ഇറങ്ങി പ്ലാനിങ് മാറ്റിക്കൊണ്ട് ഒരു യാത്ര. അതിന് ശരിക്കും നല്ല വശവും ചീത്ത വശങ്ങളൊക്കെ ഉണ്ട്. ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത അനുഭവങ്ങൾ നൽകുന്നതാണ് ഇത്തരം യാത്രകൾ. എൻ്റെ വീട്ടിൽ ഞാനും എൻ്റെ ഹസ്ബൻഡും മക്കളും ഹസ്ബൻഡിൻ്റെ ഉമ്മയുമാണ് ഉള്ളത്. ഞങ്ങൾ മിക്ക യാത്രകൾക്കും ഉമ്മയെ കൂടെ കൂട്ടാറുണ്ട്. കുറച്ച് ശാരീരിക ബുദ്ധിമുട്ടുകൾ മാറ്റി നിർത്തിയാൽ ഉമ്മാക്ക് ഇഷ്ടമാണ് ഇത്തരം യാത്രകൾ. ടൂറ് പോകുന്ന എല്ലാ സ്ട്രെസ്സുകളും മാറ്റി വെച്ച് എൻജോയ് ചെയ്യാനല്ലേ. അപ്പോൾ ഉമ്മാനെ മറ്റ് ഒരിടത്താക്കിയിട്ട് യാത്ര ചെയ്യുമ്പോൾ അവർക്കും വിഷമം, നമുക്കും ടെൻഷൻ. തിരിച്ചു വേഗം എത്തേണ്ടതാണല്ലോ എന്നുള്ള ചിന്തയും വരും. ഇപ്പോൾ അതില്ല. അതുപോലെ തന്നെ പ്ലാൻ എ മാറ്റി പ്ലാൻ ബി ആയപ്പോഴും നോ പ്രോബ്ലം. ഇനിയിപ്പോൾ ഒരു ദിവസം നെല്ലിയാമ്പതിയിൽ സ്റ്റേ ചെയ്താലും നോ പ്രോബ്ലം. അങ്ങനെ ഞങ്ങൾ തൃശ്ശൂരിലേക്ക് യാത്ര തുടർന്നു. മനക്കുടിയിൽ നിന്നും അരണാട്ടുകര വഴി തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ വഴി ശക്തൻ റൗണ്ടിലെത്തി. പണ്ട് തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ നമ്മുടെ റൗണ്ടും സ്വരാജ് റൗണ്ടും പുത്തൻപള്ളിയും ഒക്കെയാണ് ഐക്കോണിക് സിമ്പിളായിട്ടുള്ളത്. ഇപ്പോൾ അതിനോടൊപ്പം തല ഉയർത്തി നിൽക്കുന്നു ഈ ആകാശപാത അല്ലേ. എന്ത് സുന്ദരമാണെന്ന് നോക്കൂ. ആകാശപാതയും ചുറ്റി തൃശ്ശൂർ മിഷൻ ക്വാർട്ടേഴ്സ് വഴിയാണ് നമ്മൾ പാലക്കാടേക്ക് സാധാരണ പോവാറ്. അങ്ങനെ ദൂരെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൻ്റെ കെട്ടിടങ്ങൾ തല ഉയർത്തി നിൽക്കുന്നത് കാണാൻ പറ്റും. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ മെഡിക്കൽ കോളേജുകളിലൊന്നാണ് ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ആൻഡ് റിസർച്ച് സെൻറ്റർ. പണ്ട് തേനീച്ചക്കൂട് എന്നാണ് ഞങ്ങൾ പറയാറുള്ളത്. അത്രയും വലിയ ഹോസ്പിറ്റലാണല്ലോ JMH. തൃശ്ശൂരുകാർക്കും പാലക്കാട്ടുകാർക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന ഹോസ്പിറ്റലാണ്. ഞാൻ പഠിച്ചത് പാലക്കാടാണ്. ആ സമയത്ത് JMH എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് വലിയൊരു സംഭവമായിരുന്നു. ഇന്ന് നമ്മൾ എന്തിനു മാസ്റ്റർ മിംസ് എന്നൊക്കെ പറയുന്നത് പോലെ. അങ്ങനെ നമ്മൾ പോയി മണ്ണുത്തി എത്തി. മണ്ണുത്തി നാഷണൽ ഹൈവേയിലേക്ക് കയറാനായിട്ട് പോവാണ്. NH47 എന്നാണല്ലോ നാഷണൽ ഹൈവേയുടെ പേര്. പുതിയ പേര് NH 544. സേലം കൊച്ചി ഹൈവേ എന്നാണ് പറയുന്നത്. ഈ ഹൈവേ സേലം, ഈറോഡ്, കോയമ്പത്തൂർ, പാലക്കാട്, തൃശ്ശൂർ മണ്ണുത്തി വഴി
കൊച്ചി എടപ്പള്ളി വരെയുള്ളൊരു സ്ട്രെച്ചാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂസ് ഉള്ളൊരു ഹൈവേ ആണിതല്ലേ. കേരളത്തെയും തമിഴ്നാടിനെയും ബന്ധിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നാഷണൽ ഹൈവേകളിൽ ഒന്നാണ്. ഏകദേശം 340 കിലോമീറ്ററാണ് ഇതിൻ്റെ നീളം പറയുന്നത്. അതിൽ 146 കിലോമീറ്റർ കേരളത്തിലും 194 കിലോമീറ്റർ തമിഴ്നാട്ടിലും ആയിട്ടാണ് ഉള്ളത്. കേരളത്തിൽ തൃശ്ശൂരിൽ പന്നിയങ്കരയിലും പാലിയേക്കരയിലുമാണ് ടോൾ പ്ലാസ ഉള്ളത്. പാലിയേക്കര ടോൾ പ്ലാസ പിന്നെ ന്യൂസിലെല്ലാം ഫേമസ് ആണല്ലോ അല്ലേ. പക്ഷേ ഞാൻ ആലോചിച്ചത് മറ്റൊന്നുമല്ല. ഏകദേശം 2009 ഞാൻ പാലക്കാട് എൻ്റെ UG ചെയ്യാനായിട്ട് ജോയിൻ ചെയ്തത്. ഏകദേശം അതേ വർഷം തന്നെ ഈ ഹൈവേക്കായുള്ള സ്ഥലമെടുക്കൽ നടപടികൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നീട് 2012 കൂടി റോഡ് പണികളും കാര്യക്ഷമമായിട്ട് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. 2015 എൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ഞാൻ തിരിച്ചു പോന്നു. ഏകദേശം നീണ്ട 7 വർഷങ്ങൾ ഞാൻ സ്ഥിരമായി യാത്ര ചെയ്തിരുന്നൊരു വഴിയായിരുന്നു ഇത്. ഈ റോഡിൻ്റെ സ്ഥലം ഏറ്റെടുക്കലും ബിൽഡിങ്ങുകൾ പൊളിക്കുന്നതും റോഡ് വികസനവും അതിനിടയിലെ സമരങ്ങളും എല്ലാം നിരന്തരം ഞാൻ കണ്ടുപോന്നിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ റോഡ് കാഴ്ചയിൽ വളരെ സുന്ദരമായിരിക്കുമെങ്കിലും മുൻപുണ്ടായിരുന്ന പാലക്കാട് തൃശ്ശൂർ റോഡ് കുറച്ചുകൂടി ഭംഗിയുള്ളതായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. മലയിടുക്കുകളും മരങ്ങളും പാടങ്ങളും പുഴകളും പാറക്കൂട്ടങ്ങളും അങ്ങനെ കുതിരാനിലൂടെയുള്ള യാത്ര പലപ്പോഴും ബ്ലോക്കിൽ നിരങ്ങി നീങ്ങിയായിരുന്നെങ്കിലും ഒട്ടും ബോറടിപ്പിച്ചിരുന്നില്ല. അത്രയ്ക്ക് സുന്ദരമാണ് കുതിരാൻ മലയിലൂടെയുള്ള ആ യാത്ര. സാരമില്ല, എങ്കിലും വേഗം എത്താൻ സാധിക്കുന്നുണ്ടല്ലോ. ശരിക്കും പറഞ്ഞാൽ 1.5 മണിക്കൂർ കൊണ്ട് പണ്ടത്തെ റൂട്ട് എത്താറുണ്ടായിരുന്നു. കൺസ്ട്രക്ഷൻ 2.5-3 മണിക്കൂർ വരെ സമയമെടുത്തിട്ടായിരുന്നു പാലക്കാട് നിന്ന് തൃശ്ശൂർക്ക് എത്തിയിരുന്നത്. ആ സമയത്താണ് ആദ്യമായിട്ട് ഞാൻ മാസ്ക് വെച്ചത്. കൊറോണ സമയത്തൊന്നല്ല കേട്ടോ, അതിക്കും മുന്നേ. പാറ പൊട്ടിക്കുന്ന പൊടിയും പിന്നെ ചെളിയും എല്ലാം സഹിച്ചിട്ടുള്ള യാത്രയായിരുന്നു അത്. ഞാൻ ഇത്രയും പറയാൻ നൊസ്റ്റാൾജിയ എന്നത് ഒന്ന് മാത്രമല്ല കേട്ടോ ഒരു കാരണമുള്ളത്. ഇതിപ്പോൾ വർഷം 2025 അവസാനമാവാറായി. ഏകദേശം 16 വർഷമായിട്ട് ഈ ഹൈവേ പണി ആരംഭിച്ചിട്ട്. എങ്കിലും പലയിടത്തും ഇപ്പോൾ കൺസ്ട്രക്ഷൻ കഴിഞ്ഞിട്ടില്ല. വളരെ അത്ഭുതം തോന്നുന്നു. ഞാൻ ഏകദേശം 2 വർഷത്തിന് മുകളിലായി ഈ റൂട്ട് സഞ്ചരിച്ചിട്ട്. NH66 ആണ് എൻ്റെ വീടിൻ്റെ അടുത്ത് പണി നടക്കുന്ന ഹൈവേ. നമുക്കറിയാം എത്ര വേഗമാണ് ആ നാഷണൽ ഹൈവേ അതോറിറ്റി പണികൾ പുരോഗമിക്കുന്നത്. പക്ഷേ ഈ ഹൈവേ മാത്രം എന്താ ഇങ്ങനെയായി പോയെന്ന് എപ്പോഴും ചിന്തിക്കാറുണ്ട്. കൂടാതെ എപ്പോഴും ന്യൂസിൽ കാണാം അല്ലേ ബ്ലോക്ക്. എന്താ ഇങ്ങനെയെന്ന് മനസ്സിലാവുന്നില്ല. ഞാൻ പാലക്കാട് നിന്നും പോന്നിട്ട് 10 വർഷം കഴിഞ്ഞു. എന്നിട്ടും സാരില്ല, എല്ലാം ശരിയാവും. അങ്ങനെ പോയി ചുവന്നമണ്ണ് പാലം എത്താറായിരിക്കുകയാണ് നമ്മൾ. വളരെ സുന്ദരമായിട്ടുള്ള ഒരു അക്വഡക്റ്റാണ് ചുവന്നമണ്ണ് പാലം. കേരള വാട്ടർ അതോറിറ്റിയുടെ ഈ പാലം പണ്ട് ബ്രിട്ടീഷുകാർ പണിതതാണ്. എന്തൊരു ഭംഗിയാലേ. മേലെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അക്വഡക്റ്റ് ലൈൻ പോകുന്നുണ്ട്. പീച്ചി ഡാമിൽ നിന്നും ലഭിക്കുന്ന വെള്ളം മുളങ്കുന്നത്തുകാവ് ഭാഗങ്ങളിലുള്ള താഴ്ന്ന പ്രദേശങ്ങളിലേക്കും കോൾപ്പടവുകളിലേക്കും എത്തിക്കുന്നത് ഇതുവഴിയായിരുന്നു പണ്ട്. അങ്ങനെ തൃശ്ശൂർ പാലക്കാട് അതിർത്തി ഗ്രാമമായ വാണിയമ്പാറ വഴി കുതിരാൻ ടണലിലേക്ക് നമ്മൾ എത്താറായിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ എന്തൊരു ഭംഗിയുള്ള ലാൻഡ്സ്കേപ്പാണല്ലേ നമ്മുടെ ഈ റോഡ്. അങ്ങകലെ കുതിരാൻ മലയാണ് കാണുന്നത്. അങ്ങനെ നമ്മൾ തൃശ്ശൂർ പാലക്കാട് അതിർത്തി ഗ്രാമമായ വാണിയമ്പാറ വഴി കുതിരാൻ ടണലിലേക്ക് കയറാൻ പോവുകയാണ് കേട്ടോ. സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളമുള്ള ട്വിൻ ട്യൂബ് ടണലാണിത്. കുതിരാൻ മല തുളച്ചുകൊണ്ട് 2016 ഇതിൻ്റെ കൺസ്ട്രക്ഷൻ തുടങ്ങിയത്. ഏകദേശം 2021-22 ഉദ്ഘാടനം ചെയ്ത് ജനങ്ങൾക്കായിട്ട് സമർപ്പിച്ചത്. ശരിക്കും മഴക്കാലത്ത് കുതിരാനിലൂടെയുള്ള യാത്ര തികച്ചും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായിരുന്നു. ഹെയർ പിന്നും മണ്ണിടിച്ചിലും ബ്ലോക്കും പതിവായിരുന്നു അവിടെ. പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ നിന്നുള്ള വലിയ കണ്ടെയ്നർ ലോറികൾ ഈ വഴി പാസ് ചെയ്തിരുന്നു. കാണാൻ ഭംഗിയുള്ളതാണെങ്കിലും പലപ്പോഴും അപകടം നിറഞ്ഞ വഴിയായിരുന്നു കുതിരാൻമല. തൃശ്ശൂരുകാർക്ക് കുതിരാനിൽ കയറ്റവും പാലക്കാട് നിന്ന് വരുന്നവർക്ക് കുതിരാൻ ഇറക്കവുമായിരുന്നു. ഏകദേശം 1 കിലോമീറ്റർ താഴെ ദൂരമാണ് ഈ ടണലിന് ഇപ്പോൾ ഉള്ളത്. 2 മിനിറ്റിനുള്ളിൽ അപ്പുറത്തെത്താമെന്നതാണ് ഇതിൻ്റെ ഗുണം. പണ്ടത്തെ വഴിയിലൂടെയാണെങ്കിൽ 3-3.5 കിലോമീറ്റർ ദൂരം കുറഞ്ഞത് 1/4 മണിക്കൂറോളം എടുത്താണ് നമ്മൾ സഞ്ചരിച്ചിരിക്കുന്നത് എന്ന് ഓർക്കേണ്ടതാണ് കേട്ടോ. അങ്ങനെ അതിസുന്ദരമായ കുതിരാൻ ടണൽ പാസ് ചെയ്ത് അതിനും സുന്ദരമായിട്ടുള്ള ലാൻഡ്സ്കേപ്പുള്ള പാലക്കാട് സൈഡിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്.
ഈ ടണൽ എത്തിച്ചേരുന്ന റോട്ടിൽ ഒരുപാട് ചായക്കടകളും പീടികകളും ഒക്കെ ഉണ്ടായിരുന്നു. കുറേ ഫേമസ് ആയിട്ടുള്ള ചായക്കടകൾ, അതായത് സെലിബ്രിറ്റീസൊക്കെ വന്ന് ഭക്ഷണം കഴിച്ചിരുന്ന ചായക്കടകളൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് കേട്ടിട്ടുള്ളത്. ഇപ്പോൾ ഈ ഹൈവേ അതോറിറ്റിയുടെ കൺസ്ട്രക്ഷൻ കഴിഞ്ഞതോടെ അതെല്ലാം മാറി. എന്തിന് ഈ റോഡിൻ്റെ ലാൻഡ്സ്കേപ്പിൻ്റെ ഭംഗി തന്നെ മാറിപ്പോയി. ഭംഗി കൂടിയോ എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനറിയില്ല. പക്ഷേ വളരെയധികം വ്യത്യാസം ഈ റൂട്ടിന് വന്നിട്ടുണ്ട്. കുറച്ചും കൂടി കാൽപ്പനിക ഭാവം ഈ റോഡിന് വന്നു എന്നുള്ളത് ഭയങ്കര അതിശയം ഉളവാക്കുന്ന കാര്യമാണ്. സൈഡിലൊക്കെ പൂക്കളൊക്കെ നട്ട് വളർത്തിയോണ്ട് കുറച്ചുകൂടി ഭംഗി തോന്നുന്നുണ്ട് കേട്ടോ ഈ റൂട്ടിന്. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ റൂട്ടിൽ പന്നിയങ്കരയിലാണ് ടോൾ പ്ലാസ വരുന്നത്. അവിടെ എത്തിയപ്പോഴാണ് ചെറിയൊരു പണി കിട്ടിയെന്ന് മനസ്സിലായത്. എന്താണെന്നല്ലേ, നമ്മുടെ വണ്ടിയുടെ ഗ്ലാസ് സർവീസിന് കൊടുത്ത സമയത്ത് ചെറിയൊരു പ്രശ്നം പറ്റിയിരുന്നു. അതായത് വണ്ടിയുടെ ഗ്ലാസ്സുമുള്ള സ്റ്റിക്കേഴ്സ് മിസ്സായിരുന്നു. അവിടെ നമ്മൾ ഫാസ്റ്റ് ടാഗിൻ്റെ സ്റ്റിക്കറും കാറിൽ നിന്ന് ഇളകിപ്പോയിട്ടുണ്ടായിരുന്നു. തൊട്ടടുത്തുള്ള ഫാസ്റ്റ് ടാഗ് കൗണ്ടറിൽ ചെന്നപ്പോഴാണ് അറിയുന്നത് ഞങ്ങൾ എടുത്തിട്ടുള്ള കമ്പനി, അതായത് കൊഡാക് കമ്പനിയുടെ ഫാസ്റ്റ് ടാഗാണ് നമ്മൾ എടുത്തിരുന്നത്. ആ ഫാസ്റ്റ് ടാഗിൻ്റെ അപ്ഡേഷന് വേണ്ടിയിട്ട് പരിപാടികളെല്ലാം കേരളത്തിൽ പണ്ട് എവിടെയും സുലഭമായിട്ട് കിട്ടിയിരുന്നു. ഇപ്പോഴുള്ള ടോൾ പ്ലാസയുടെ മുമ്പിൽ നിന്നാണ് നമ്മൾ പണ്ട് ഫാസ്റ്റ് ടാഗ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അത് അവൈലബിൾ അല്ല. നമ്മൾ കൊഡാക്ക് അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ ബാങ്കിൽ പോകണമെന്നാണ് അവർ പറഞ്ഞത്. ഇപ്പോൾ നേരിട്ട് ബാങ്കിൽ നിന്ന് മാത്രമേ ഇതെല്ലാം അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അത്രേ. അപ്പോൾ കേരളത്തിൽ മാത്രമാണ് കേട്ടോ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉള്ളത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും കൊഡാക്കിൻ്റെ ഫാസ്റ്റ് ടാഗ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ. വേറെ വഴിയില്ലാത്തതിനാലും ഫാസ്റ്റ് ടാഗ് ഇല്ലെങ്കിൽ കൂടുതൽ പൈസ നമുക്ക് കൊടുക്കേണ്ടി വരുമെന്നതിനാലും ഞങ്ങൾ പുതിയ ഫാസ്റ്റ് ടാഗ് എടുക്കാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ നമ്മൾ ആദ്യം കണ്ട ഫാസ്റ്റ് ടാഗ് ICICI ബാങ്കിൻ്റെ ആയിരുന്നു. അപ്പോൾ നമ്മൾ അതെടുക്കാനായിട്ടാണ് തീരുമാനിച്ചത്. പുതിയ ഫാസ്റ്റ് ടാഗ് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് ഏകദേശം ഒരു 600 രൂപയായിട്ടുണ്ട് കേട്ടോ. ഇതിൽ 200 രൂപ സെക്യൂരിറ്റി ഡെപ്പോസിറ്റും 100 രൂപ റീചാർജും ബാക്കി സർവീസ് ചാർജായിട്ടാണ് വന്നത്. പിന്നെ ടാഗ് ആക്ടിവേറ്റ് ആകാൻ സമയമെടുത്തപ്പോൾ ദാഹം ഉണ്ടായിരുന്നു. സോ നമ്മൾ തൊട്ടടുത്ത് ഒരു ശാന്തേച്ചിയുടെ കഞ്ഞിക്കട കണ്ടു. അങ്ങനെ ഒരു ബോർഡ് ശ്രദ്ധിച്ചപ്പോൾ പതുക്കെ അങ്ങോട്ട് നടന്നുപോയി. അവിടെ നിന്നും ഒരു ബോട്ടിൽ വെള്ളം വാങ്ങാൻ പോയതാണ്. നല്ല ചൂടുള്ള കഞ്ഞിയും ചെറുപയർ കായപ്പുഴുക്കും തേങ്ങാ ചമ്മന്തിയും മുട്ട പൊരിച്ചതും എല്ലാം കണ്ടു. സമയം ഏകദേശം ഒരു 12:30 അടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ വിശപ്പ് പതിയെ തലപൊക്കാൻ തുടങ്ങിയതിനാൽ ഞങ്ങൾ ഒരു ഡബിൾ ഓംലെറ്റ് ഓർഡർ ചെയ്തു. അതുപോലെ തന്നെ ഒരു ഡബിൾ താറാവ് ഓംലെറ്റ് വാങ്ങി. റബ്ബർ ബാൻഡ് ശരി. തിരിച്ചു വന്നപ്പോഴാണ് ഫാസ്റ്റ് ടാഗ് അടുത്ത പണി. അതായത് പൂജ ഹോളിഡേയ്സ് ആയതിനാൽ സെർവർ ഇഷ്യൂ ആണ്. അതുപോലെ തന്നെ ഫാസ്റ്റ് ടാഗ് ആക്ടിവേറ്റ് ആകുന്നില്ല. അപ്പോഴേക്കും ഏകദേശം 40 മിനിറ്റോളം ഞങ്ങളവിടെ വൈകിയിരുന്നു. എൻ്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം ആകെ സങ്കടമായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടോൾ ഗേറ്റ് പാസ് ചെയ്യാതെ ഉൾപ്പാത വഴി പോയിക്കൊള്ളാനാണ് അവർ പറഞ്ഞത്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഐഡിയ അപ്പോൾ തോന്നി. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു എക്സ്പീരിയൻസ് ആണല്ലോ. അങ്ങനെ ഞങ്ങൾ പുതിയ വഴിയിലേക്ക് വണ്ടി തിരിച്ചു. അതും ഒരു എക്സ്പീരിയൻസ് ആക്കാൻ തീരുമാനിച്ചു. തൃശ്ശൂരിൽ നിന്ന് വരുമ്പോൾ ടോൾ പ്ലാസയുടെ തൊട്ട് മുന്നിൽ നിന്നും റൈറ്റിലേക്ക് എടുത്തിട്ട് ഉള്ളിലേക്കുള്ള വഴിയിലൂടെയാണ് ഞങ്ങൾ പോയത്. അങ്ങനെ നെല്ലിയാമ്പതിയിലെത്തി. നെല്ലിയാമ്പതിയിലെത്തിയ വിശേഷങ്ങളും ട്രക്കിങ്ങിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് പുതിയൊരു വീഡിയോ വരുന്നത് വരെ കാണാം. ടാറ്റാ ബൈ ബൈ. അപ്പോൾ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്